അപ്പൊ ഈ 4 വർഷം എടുത്ത് നന്നായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അല്ലെങ്കിൽ മമ്മൂക്കനെ AI ചെയ്യാൻ പറ്റില്ല. ഉറപ്പായിട്ടും അതാണ് ഇതിലുള്ളൊരു ഏറ്റവും പോസിറ്റീവായിട്ട് കാര്യം. ഈ AI എന്ന് പറയുന്നത് ഈ 4 വർഷത്തെ ഗ്യാപ്പ് കൊണ്ടുണ്ടായ ടെക്നോളജിയാണ്. പ്രീസ്റ്റിന്റെ ഡയറക്ടറാണ് ചോദ്യം. ജോഫിന്റെ മലയാള സിനിമയിലെ പ്രീസ്റ്റ് ആരെന്ന് വെച്ചാൽ എന്താ പറയുക, അതായത് എന്തിനും ഉപദേശത്തിന് നമുക്ക് ചെല്ലാൻ പറ്റുന്ന, ചോദിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആൻഡ്രോ ചേട്ടൻ. എൻ്റെ വീട്ടിൽ കാസറ്റ് VCR വാങ്ങിയ സമയത്ത് കിട്ടിയ 2 കാസറ്റാണ്. ഒന്ന് സൈന്യവും ഒരു ഹിന്ദി പടവും. ഈ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഈ സൈന്യം ഇട്ട് കാണുക എന്ന് പറയുന്നത് റിപ്പീറ്റ് കാണും. വേറെ കാസറ്റുകളില്ല. അങ്ങനെ ഒരു സീൻ പടത്തിലുണ്ട്. ആദ്യമായിട്ട് ഈ പറയുന്ന സംഭവം തുടങ്ങിയ ഒരാളാണ് ഞാൻ. അന്ന് ഈ പറയുന്ന സിനിമ പ്രൊമോഷൻ ഡിജിറ്റൽ ഈ പറയുന്ന ഇപ്പോഴുള്ള ഒരുപാട് ചാനൽസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അസിസ്റ്റന്റ് ആവാൻ ജിസ്റ്റോനെ കണ്ടത് തിയേറ്ററിൽ നിന്നാണ്. രേഖാചിത്രത്തിന്റെ കഥയുടെ ത്രെഡ് ഉണ്ടാവുന്ന തിയേറ്ററിൽ നിന്നാണ്. അതുപോലെ തന്നെ അഖിൽപോളും ജോഫിനും മീറ്റ് ചെയ്യുന്ന തിയേറ്ററിൽ നിന്നാണ്. ഫുൾ തിയേറ്റർ കണക്ഷൻസ് ആണ്. അതായത് ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിലും കൂടുതലും തിയേറ്ററിലാണ്. ഒരു നടിയാവാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ കഥ ചെയ്യുന്ന സമയത്ത് എന്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയെന്ന് സംബന്ധിച്ച് വെച്ചാൽ ഇവര് ഡബ് ചെയ്യാൻ വന്നു. അപ്പൊ അവർക്ക് പ്രതീക്ഷ ചെയ്യും. പക്ഷെ അത് കട്ട് ചെയ്യുന്ന സമയത്ത് പറയണായിരുന്നു. കന്യാകുമാരിയിലെ ഇവരുടെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ ഇതാണോ? ട്രാൻസിൽ ഫഹദ് ഫാസിൽ താമസിക്കുന്ന വീട്. എനിക്ക് അതാണെന്ന് തോന്നി. അതെ നമ്മൾ ചെയ്യുന്ന അങ്ങനെയല്ല. നമ്മൾ വേറൊരാളെ വെച്ച് ചെയ്തിട്ട് നമ്മൾ 4 വർഷത്തെ അധ്വാനത്തിനും കാത്തിരിപ്പിനും ശേഷം പടം തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോൾ ഒരു മേക്കർക്ക് ഉണ്ടാകുന്ന ഇമോഷൻ എന്താണ്? അത് ഹിറ്റ് അടിച്ച് കഴിയുമ്പോൾ സന്തോഷമാണ്. അത് ഇപ്പൊ ഭയങ്കര സന്തോഷം എന്ന് പറയുന്ന ഈ അഭിപ്രായങ്ങൾ ഈ നമ്മൾ വിചാരിച്ച പോലെ തന്നെ പ്രേക്ഷകരത് കാണുന്നു. കണ്ട് നമ്മൾ എന്താണോ വർക്കാവണമെന്ന് എക്സ്പെക്ട് ചെയ്ത് അത് വർക്കാവുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ഇതിൻ്റെ പല ഹൈ പോയിന്റ്സുകൾ എനിക്ക് വർക്കാവുന്നു ഉറപ്പുണ്ടായിരുന്നു. അതിപ്പോൾ ഏറ്റവും വർക്കാവുന്ന എപ്പിസോഡ് അതിൻ്റെ തുടക്കം ഒരു കണക്ഷൻ കിട്ടും എന്നുള്ളതും, ഈ ചന്ദ്രപ്പൻ്റെ സീനിൽ ഒരു ഹൈ കിട്ടും എന്നുള്ളതും, അതേപോലെ തന്നെ ഈ പറയുന്ന ഫസ്റ്റ് ആൾട്ടർനേറ്റ് നമ്മുടെ സിനിമ എപ്പിസോഡിലേക്ക് പോകുന്ന എപ്പിസോഡിന് ഒരു രസം ഉണ്ടാവും എന്നുള്ളതും, ആ പറയുന്ന ഈ മമ്മൂക്ക എപ്പിസോഡ് നമുക്ക് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ എപ്പിസോഡ് AI ഒക്കെ ഈ പറയുന്ന പോലെ വൃത്തിയായി വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും വർക്കാവുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അത്രയും പ്ലാൻഡ് ആയിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ലാസ്റ്റ് ഒരു 10 ദിവസം മുമ്പ് വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഫൈനൽ ഔട്ടല്ല. അപ്പോൾ ഫൈനൽ ഔട്ട് അത് വൃത്തിയായി വന്നു കഴിഞ്ഞാൽ അത് വർക്കാവും എന്ന് പറയുന്ന ഉറപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ക്ലൈമാക്സ് എനിക്ക് ജഗദീഷ് ചേട്ടൻ്റെ എപ്പിസോഡ് അത് ഉറപ്പായിട്ടും ഹൈ വരും. ആ എപ്പിസോഡ് തൊട്ട് ലാസ്റ്റത്തെ ഒരു 30-40 മിനിറ്റ് സിനിമ കുഴപ്പമില്ലാതെ വർക്കാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഹൈ പോയിന്റ്സ് മേക്കറുടെ മനസ്സിൽ, ജോഫിന്റെ മനസ്സിലുണ്ടായിരുന്നത്. 2025 ആദ്യത്തെ ഹിറ്റാണ്. 2025 ആദ്യത്തെ ഹിറ്റ് രേഖാചിത്രത്തിന്റെ ഡയറക്ടർ ജോഫിൻ. വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു. രേഖാചിത്രത്തിന് 4 വർഷത്തെ ജേർണി ഉണ്ട്. അപ്പം ഈ 4 വർഷം ഇതിനെടുക്കാനുള്ള പല പല കാരണങ്ങളുണ്ട്. ഒന്ന് ഇതിന്റെ NOC പലയിടത്തുനിന്ന് എടുക്കാന്നുണ്ടായിരുന്നു. നമുക്കറിയാം ഇപ്പോഴത്തെ മലയാളത്തിൽ എല്ലാ ആർട്ടിസ്റ്റും നല്ല തിരക്കുണ്ട്. അപ്പോൾ ആസിക്കടുത്ത് പറഞ്ഞിട്ട് ഏകദേശം 1 വർഷമായി. അപ്പോൾ അതിനുശേഷം ആസിക്കടുത്ത് കഥ പറഞ്ഞ് കമ്മിറ്റ് ആയ ശേഷം ഏകദേശം 1 വർഷം കഴിഞ്ഞ ഷൂട്ട് തുടങ്ങുന്നത്. ഈ ഷൂട്ടിന് ശേഷം ഏകദേശം ഒരു 8-9 മാസം എടുത്തു റിലീസാകാൻ. അപ്പോൾ ഈ പറയുന്ന 2 വർഷം ഏകദേശം അങ്ങനെ പോയി. അതിന് മുമ്പുള്ള 2 വർഷം ഈ പറയുന്ന സ്ക്രിപ്റ്റിങ്ങിനും ഈ പറയുന്ന NOC എടുക്കലുകളും അതിൻ്റെ ഇടയിൽ ഈ ജോൺ പോൾ സാറുടെ ഒരു മരണം ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കി. അത് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് പരിപാടിയായിരുന്നു. ജോൺ പോൾ സാർ അത് ഫിസിക്കലി വന്ന് ഈ ജഗദീഷ് ചേട്ടനൊക്കെ വരുന്ന പോലെ വരുന്നൊരു എപ്പിസോഡായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്റ്റക്ക് വന്നു. അതൊന്ന് സോർട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. അങ്ങനെ പല കാരണങ്ങൾ ഉണ്ട് ഈ പറയുന്ന ഈ സിനിമ ഇത്രയും സമയം എടുക്കാൻ. കാതോരത്തിലേക്ക് ലാൻഡ് ചെയ്യാൻ എപ്പോഴാണ് ഫൈനലി തീരുമാനിച്ചത്? അതിലേക്ക് ലാൻഡ് ചെയ്യാൻ എത്ര സമയം എടുത്തു? 2018 കഥ പറയുന്നത്. ഈ കഥ പറഞ്ഞ സമയത്ത് രാമു പറഞ്ഞ ഐഡിയ ഒരു സിനിമ, ഒരു ഒറിജിനൽ സിനിമയിൽ നടക്കുന്ന ഒരു മിസ്സിങ്ങും അതിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അത് കേട്ടപ്പോൾ ഉണ്ടായൊരു രസം തോന്നി. അപ്പം ഏത് സിനിമ എന്ന് പറയുന്ന അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സിദ്ദിഖ പറയുന്ന രാജേന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ പറയുന്ന കാര്യങ്ങളും ആദ്യ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു രസം തോന്നി. ഇപ്പം ഒരാളിങ്ങനെ ആദ്യ ദിവസങ്ങളിൽ ഒരു സൂയിസൈഡ് ചെയ്യുന്നതും അതിലൊരു ഇത്തരത്തിലൊരു സിനിമ വന്ന് ഇതാവുന്നതുമാണ് അവൻ പറഞ്ഞ ബേസിക് ഐഡിയ. പക്ഷേ ഏത് സിനിമ എന്നുള്ളത് ഞങ്ങളിരുന്ന് അന്നത്തെ ദിവസം രാത്രി തന്നെ ചർച്ച ചെയ്തപ്പോൾ ഉണ്ടായതാണ് ഈ കാതോരം എന്ന് പറയുന്നത്. അതിന് പല കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പാട്ടിൻ്റെ അത്ര ആർട്ടിസ്റ്റുകൾ, ഈ മമ്മൂക്ക ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റ്, ഈ ആ ഒരു പാട്ടിൽ ഈ പറയുന്ന മമ്മൂക്കയുടെ ബാക്കിൽ നിൽക്കുന്ന ഒരാൾ എന്ന് പറയുന്ന സംഭവം, അതിലേക്ക് നമ്മൾ ശ്രദ്ധ പോകുന്നില്ല. നമ്മളതിലെ വളരെ കുറച്ച് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനപ്പുറം ആ സ്റ്റേജിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അതിലൊരു പെൺകുട്ടി മിസ്സാവുന്നു എന്ന് പറയുന്ന സമയത്ത്
അതിലുണ്ടാവുന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഐഡിയ ആണെന്നുള്ളതെന്ന് തന്നെ തോന്നി. അങ്ങനെയാണ് അതിലേക്ക് ഫിക്സ് ചെയ്യുന്നത്. ഫിക്സ് ആവുന്നത്. ഓക്കെ. അപ്പോൾ ഈ 4 വർഷം ഓരോന്നിനും ഓരോ ജേർണി ഉണ്ട്. വേണ്ട സമയം തന്നെയാണ്, എല്ലാം അതിൻ്റെതായ സമയത്ത് നടക്കും എന്ന് പറയും. 4 വർഷം വേണ്ട പീരീഡ് തന്നെയാണ് ഒരു സിനിമയ്ക്ക്. ഇല്ല, ഈ സിനിമയ്ക്ക് 4 വർഷം വേണ്ടിയിരുന്നില്ല. ഈ സിനിമയ്ക്ക് ശരിക്കും ഒരു 2 വർഷത്തെ ഇതൊക്കെ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ ഈ പറയുന്ന സ്വാഭാവികമായിട്ട് എല്ലാ സിനിമാക്കാർക്കും ഉണ്ടാകുന്ന സമയമാണ് ഈ പറയുന്ന ഇതെന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകൾ ഒരു വർഷത്തിൽ അവർക്ക് 1-2 സിനിമ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 3 സിനിമയ്ക്ക് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നേരത്തെ കമ്മിറ്റ് ചെയ്യപ്പെട്ട സിനിമകൾ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ടാവും. അതൊരു ആരുടെയും കുറ്റമല്ല. ഇപ്പോൾ നമ്മൾ പോയിട്ട് സംഭവം പറയുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് അടുത്ത സിനിമയായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റില്ല. ലൈനപ്പുകൾ ഉണ്ടാവും. അപ്പോൾ ആ ലൈനപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെയാണ് അതിൽ വഴികൾ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്തൊരു സിനിമ നോക്കുന്ന സമയത്തും ഏത് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയാലും അത് അത്ര തന്നെ സമയം എടുക്കും. അതിപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിത്തൗട്ട് ആർട്ടിസ്റ്റ് നമ്മൾ സിനിമ ചെയ്യേണ്ടി വരും. ഒരുപാട് മേക്കേഴ്സ് ഇങ്ങനെ കഥയായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അതെ അതെ. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം തന്നെ ഹിറ്റ് അടിച്ച പടങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനും 4 വർഷം 5 വർഷം എല്ലാം വരും. അതിപ്പോൾ ഇനി അത് അങ്ങനെ സംഭവിക്കുള്ളൂ. അതിപ്പോൾ പണ്ടത്തെ പോലെ ഒരു സംവിധായകന് 3 സിനിമ ഒന്നും ഒരു വർഷം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന വിത്തൗട്ട് ആർട്ടിസ്റ്റുകൾ പുതിയ ആൾക്കാരെയൊക്കെ വെച്ച് നമുക്ക് സിനിമകൾ, അങ്ങനെയും സിനിമകൾ നല്ല സിനിമകൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അങ്ങനെ സിനിമ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിയായി നടക്കുമായിരിക്കും. ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ടൈം എടുക്കും. ഇപ്പോൾ 2018 ആദ്യം ഇതിന്റെ തോട്ട് വരുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 2018 ഇതിന്റെ കഥയുടെ ഔട്ട്ലൈൻ വന്നു. 21 പിന്നീട് സ്ക്രിപ്റ്റിലേക്കൊക്കെ കിടക്കുന്നത്. പ്രൊജക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് 21. അപ്പോൾ ജോഫിന് മേക്കേഴ്സിന് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? അതായത് നമ്മുടെ സബ്ജക്റ്റ് എൻ്റെ റെലവൻസ് പോവാതിരിക്കാൻ ഇങ്ങനെ കുറെ കാലം കാത്തിരിക്കേണ്ടി വരുമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ സബ്ജക്റ്റിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ വേറൊരു സിനിമ വരുന്നുള്ള പേടി ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പം നമുക്ക് മറ്റൊരു ത്രില്ലറോ മറ്റൊരു സംഭവം ഉണ്ടാക്കുന്ന സമയത്ത് അത്തരം സിനിമകൾ മറ്റ് ഭാഷകളിലൊക്കെ ഇറങ്ങുമ്പോൾ അത് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. നമ്മുടെ കണ്ടന്റ് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ സിനിമയ്ക്ക് അങ്ങനെ വരില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഇത്രയും NOC എടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വേറൊരു സിനിമയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അതിനിവിടെ ആൻഡ്രോ ജോസഫ് എന്ന് പറയുന്ന ഒരാൾ ഉള്ളത് കൊണ്ടാണ് സിനിമ അങ്ങനെ നടക്കുന്നത്. പ്രൊഡ്യൂസർ അതെ, ആൻഡ്രോ ജോസഫ് അപ്പോൾ എൻ്റെ ഒപ്പം ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വേറൊരാൾക്ക് അത് ചെയ്യാൻ എളുപ്പമില്ല. അതേപോലെ 1-2 ആൾക്കാർക്ക് മാത്രമേ ഈ സിനിമ, ഇപ്പോൾ നമുക്കറിയാവുന്ന ഇപ്പോൾ വലിയ പൊസിഷൻ നിൽക്കുന്ന 1-2 പേർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും കോൺടാക്ട്സ് ഉള്ള, അത്രയും വൈഡർ കണക്ഷനുള്ള. അപ്പോൾ അത് എനിക്ക് ഉറപ്പായിരുന്നു. ഈ സിനിമയുടെ ഒരു സംഭവം, ഈ സിനിമയുടെ ഒരു കഥയുടെ ഒരു കോർ ഐഡിയ ഒന്നും വേറെ പോവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഇപ്പോൾ ആൻഡ്രോ ചേട്ടൻ ഇങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന വലിയ പ്രോജക്ട്സ് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറാണെന്ന് കേട്ടിട്ടുണ്ട്. പുള്ളിയെ പറ്റി പറഞ്ഞത് നിങ്ങൾക്ക്? ആൻഡ്രോ ചേട്ടൻ എന്ന് പറയുന്നത് എനിക്ക് വർഷങ്ങളായിട്ട് പരിചയം. എൻ്റെ സിനിമയുടെ പ്രൊഡ്യൂസർ ആവുന്നതിന് മുമ്പ് വർഷങ്ങളായി മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരാളാണ്. ആ പരിചയം തന്നെയാണ് എന്നെ പ്രീസ്റ്റ് എന്ന് പറയുന്ന സിനിമയിലേക്ക് എന്നെ ഒരു സംവിധായകനാക്കാൻ തന്നെ കാരണം. ആൻഡ്രോ ജോസഫ് എന്ന് പറയുന്ന ആളുമായിട്ടുള്ള എനിക്കുള്ള പരിചയമാണ്. അങ്ങനെ ആൻഡ്രോ ചേട്ടൻ വഴിയാണ് ഞാൻ ഉണ്ണിസാറിലേക്ക് എത്തുന്നത്. ഉണ്ണിസാർ കഥ കേട്ട് ഒക്കെ ആവുന്ന സമയത്താണ് ഈ പറയുന്ന പ്രീസ്റ്റ് ഉണ്ടാകുന്നത്. അതിനുശേഷം ആൻഡ്രോ ചേട്ടൻ വഴിയാണ് ഞാൻ വേണുസാറിലേക്ക് എത്തുന്നത്. അപ്പോൾ വേണുസാറിനും ഭയങ്കര ജഡ്ജ്മെൻ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ ആൻഡ്രോ ചേട്ടൻ കഥ പറയാൻ പോകുമ്പോൾ തന്നെ വേണുസാറിന് വർക്കായി കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് കാര്യങ്ങൾ. ഈ പറയുന്ന അദ്ദേഹത്തിന് നല്ല ജഡ്ജ്മെൻ്റ് ഉള്ള ഒരാളാണ്. സിനിമ അപ്പോൾ പുള്ളിക്ക് വർക്കാവുന്ന സിനിമയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിലും വർക്കാവുന്ന സിനിമയായിട്ട് വരാൻ സാധ്യതയുള്ള സിനിമയാണ്. അപ്പോൾ പുള്ളിക്ക് വർക്കാവുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന രേഖാചിത്രം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. പ്രൊഡ്യൂസേഴ്സിൻ്റെ കുറ്റങ്ങൾ കൊണ്ട് സിനിമ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. അത് ഈ പറയുന്ന മാർക്കറ്റിംഗ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ, സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അനാവശ്യ പ്രഷറുകൾ ഉൾപ്പെടെ ഒരു പ്രൊഡ്യൂസർ നന്നായി, ഒരു സിനിമ എന്ന് പറയുന്ന എല്ലാം നന്നാകുമ്പോഴാണ് നന്നായി വരുന്നത്. അപ്പോൾ പ്രൊഡ്യൂസർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡ്യൂസർ സംവിധായകനോളം തന്നെ അല്ലെങ്കിൽ തിരക്കഥകളൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് പ്രൊഡ്യൂസർ. അപ്പോൾ പ്രൊഡ്യൂസർ ആൻഡ്രോ ചേട്ടൻ എന്ന് പറയുന്നത് സിനിമയിൽ അങ്ങനെ, ഇപ്പോൾ ആൻഡ്രോ ചേട്ടനാണെങ്കിലും വേണുസാറാണെങ്കിലും സിനിമയിൽ അനാവശ്യ കാര്യങ്ങൾ ഇടപെടാത്ത, നമുക്ക് വേണ്ട എല്ലാ ഫ്രീഡവും തരുന്ന, എന്നാൽ അമിതമായിട്ട് ബഡ്ജറ്റിലേക്ക് കയറി പോവാതെ കൺട്രോൾ ചെയ്ത് നിർത്താൻ അറിയുന്ന അത്തരത്തിൽ ഭയങ്കര പുള്ളി. ഇപ്പോൾ ആൻഡ്രോ ചേട്ടൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ പുള്ളി ഒരുപാട് വർഷം സിനിമയിൽ വർക്ക് ചെയ്തതിനു ശേഷം പ്രൊഡ്യൂസറായ ഒരാളാണ്. സിനിമ കംപ്ലീറ്റ് അറിയുന്ന ഒരാളാണ്. അപ്പോൾ എവിടെ കൺട്രോൾ ചെയ്യണം, എവിടെ കൂട്ടണം, എവിടെ ഇത്ര ആൾ വേണം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സിനിമയിൽ വളരെ ലിമിറ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന എപ്പിസോഡ്സ് ഉണ്ട്. അത് നമ്മൾ വളരെ ലിമിറ്റായിട്ടും, എന്നാൽ ഈ പറയുന്ന സിനിമ എപ്പിസോഡ് നമുക്ക് കുറച്ച് വൈഡർ ക്യാൻവാസിൽ ഷൂട്ട് ചെയ്യേണ്ടതാണ്. അത് വൈഡർ ക്യാൻവാസിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണോ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സംഭവം അത് കൃത്യമായിട്ട് നടക്കുക എന്ന് പറയുന്ന ഈ 2 പ്രൊഡ്യൂസേഴ്സും നമുക്ക് ഭയങ്കരമായിട്ട് ഉറപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങൾ എല്ലാ സിനിമയ്ക്കും പുള്ളി ചെയ്യുന്നതാണ്. സിനിമ അറിയണം. അതെ. സൂപ്പർ. ജോഫിൻ്റെ ജേർണിയിലേക്ക് പോകാം നമുക്ക്. ഇപ്പം ഒരുപാട് സിനിമയുടെ മാർക്കറ്റിങ്ങിൻ്റെ പുറകിലുണ്ടായിരുന്നു അറിയാം. നമുക്കറിയാവുന്ന ജോഫിൻ PG സിനിമയിൽ ചെയ്തിട്ട് സിനിമയിലേക്ക് വരുന്നു. അപ്പോൾ അവിടുന്ന് തൊട്ടുള്ള ജേർണി ബ്രീഫായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരുമോ? പ്രീസ്റ്റ് വരെ. അതായത് അതിന് മുമ്പ് തുടങ്ങേണ്ടി വരും. കാരണം ഇപ്പോൾ ഞാനൊരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുയൽ മീഡിയ എന്ന് പറയുന്നൊരു തുടങ്ങുന്നത്. അത് തുടങ്ങി കുറച്ച് അതിൽ നിന്ന് പൈസ വരാൻ തുടങ്ങിയ സമയത്താണ്. അതെന്തായിരുന്നു? സിനിമ പ്രൊമോഷൻ. അതൊരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്. ഞാൻ അത്ര ആക്റ്റീവ് അല്ല. ഞാൻ സ്റ്റാഫുകളെ വെച്ച് അങ്ങനെ അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓൺലൈൻ ഡിജിറ്റൽ ഇന്റർവ്യൂ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായില്ലേ? ഞാൻ തുടങ്ങിയിട്ടില്ല. എനിക്ക് അതിനോട് കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട്. ഈ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഭയങ്കര റീച്ചുള്ള, എനിക്ക് എപ്പോഴെങ്കിലും ഈ പറയുന്ന യൂട്യൂബിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് പറ്റുന്ന, ഇവിടെ
ആദ്യമായിട്ട് ഈ പറയുന്ന സംഭവം തുടങ്ങിയ ഒരാളാണ് ഞാൻ അന്ന്. ഈ പറയുന്ന സിനിമ പ്രൊമോഷൻ ഡിജിറ്റൽ ഈ പറയുന്ന ഇപ്പോഴുള്ള ഒരുപാട് ചാനൽസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഒരുപാട് ചാനൽസിലെ ഒട്ടുമിക്ക ചാനൽസിന്റെ ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ ഇത്തരത്തിലൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ മീഡിയ എൻ്റെ ആണെന്നുള്ളത് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാം. പിന്നീട് ഇതിൽ വരുന്ന ഓരോ കണ്ടന്റിനും ഞാൻ ഉത്തരവാദിയാവും. അപ്പോൾ അത് എനിക്കത് എൻ്റെ ലക്ഷ്യം അതല്ല എന്നറിയുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു പരിപാടി അങ്ങനെ മാറ്റിവെച്ച് ഞാൻ സിനിമയിലേക്ക് കോൺസെൻട്രേറ്റ്. അത് ഞാൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ കരിയറിനെ ബാധിക്കും. മൊബൈൽ മീഡിയ 2012 തുടങ്ങി. അതൊരു എസ്റ്റാബ്ലിഷ് ആയി വരുന്നത് 2013 അപ്പോൾ ആ സമയത്ത് അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് PG ചെയ്തത്. പിന്നെ PG കഴിഞ്ഞിട്ടാണ് ഞാൻ ബൈസൈക്കിൾ ജ്യൂസ് എന്ന് പറയുന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരു സിനിമയിലെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിനാണ് ഈ പറഞ്ഞ പല സിനിമകളുടെ ഒപ്പം ഇങ്ങനെ മാർക്കറ്റിങ്ങിലും പരിപാടിയിലൊക്കെ പോയി. ഒരു 2015 ഞാൻ സംവിധായകനാവണം എന്നുള്ള സംഭവത്തിലേക്ക് ഇനി തീരുമാനമെടുക്കുന്നത്. സിനിമാഗ്രഹം തുടങ്ങിയപ്പോഴാണ് ജോഫിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കുറേ മുമ്പ് തന്നെയാണ്. ഈ പറഞ്ഞ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വന്നത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് ഉത്തമൻ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തത്. അതിലെ മറ്റേ പാലാഴി തീരം കണ്ടു ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന വീട് എൻ്റെ ചേച്ചിയുടെ വീടാണ്. പാലക്കാട് നല്ലേപ്പള്ളി എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ അവിടെ 10-15 ദിവസം ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷൂട്ടിംഗ് ദിവസങ്ങളാണ് എനിക്ക് സിനിമ അത് ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പോൾ ഒരു ഷൂട്ടിംഗ് സെറ്റും ഷൂട്ടിംഗ് കാണുന്നതൊക്കെ ഒരാൾ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. അതെ ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. ആ ഉത്തമൻ എന്ന് പറയുന്ന സിനിമ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. മൊബൈൽ മീഡിയ സ്റ്റാർട്ട് ചെയ്തു. അപ്പം സിനിമയിലേക്ക് ഉള്ള എൻട്രി ആഗ്രഹിച്ചാണോ അത് സിനിമ കൊണ്ടുള്ള ഇഷ്ടം ആഗ്രഹിച്ചിട്ടാണോ? അതെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ എൻ്റെ വീടെന്നൊക്കെ എൻ്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ടീച്ചേഴ്സായിരുന്നു. അച്ഛനമ്മ ടീച്ചേഴ്സാണ്. എൻ്റെ ചേച്ചിമാർ, എനിക്ക് 3 ചേച്ചിമാരാണ്. 3 ചേച്ചിമാർ അത്യാവശ്യം നന്നായി പഠിക്കുന്ന ഒരു പഠിപ്പിച്ച വീട്ടിലെ 4ാമത്തെ ആളാണ് ഞാൻ. ഞാൻ അത്ര പഠിപ്പിച്ചായിരുന്നില്ല. പക്ഷേ എനിക്ക് ഈ പറയുന്ന ഒരു സ്ഥലത്ത് വന്ന് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എറണാകുളത്തൊക്കെ വന്ന് അങ്ങനെ ജീവിക്കാൻ എൻ്റെ വീട്ടിൽ സമ്മതിക്കില്ല. അപ്പോൾ എനിക്കൊരു കൃത്യമായ വരുമാനമുണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ എൻ്റെ വീട്ടിൽ നിന്ന് അതിന് സമ്മതിക്കുള്ളൂ. അപ്പോൾ എൻ്റെ അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് പിന്നെ കോളേജിൽ തുടങ്ങി കുറച്ച് സമയത്ത് തന്നെ എനിക്കൊരു ഫിനാൻഷ്യൽ ഇൻകം കിട്ടുന്ന രീതിയിലേക്ക് അത് വളർന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഈസി ആയിരുന്നു. എറണാകുളത്ത് ഒന്ന് സ്റ്റേ ചെയ്യാനും അത് നടത്തിക്കൊണ്ട് പോകാനും സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാനും അതെനിക്ക് ഉപകാരമായിരുന്നു. ബൈസിക്കിൾ ടീസിൽ അസിസ്റ്റന്റ് ആവാനുള്ള കോൾ എപ്പോഴെടുത്തപ്പോൾ അതെങ്ങനെയായിരുന്നു? അതും ഈ പറയുന്ന മൊബൈൽ മീഡിയ അത്യാവശ്യം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഒരു ദിവസം ഞാൻ ഒരു തിയേറ്ററിൽ അരികിലൊരാളെന്ന് പറയുന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന ആളാണ് ജിസ്റ്റോയ്. അപ്പോൾ എനിക്ക് കോൾസൊക്കെ വരുന്ന കണ്ടിട്ട് സാർ ചോദിച്ചു സിനിമയിലാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഇങ്ങനെ മാർക്കറ്റിംഗ് ആണ്, അപ്പോൾ ഞാനിങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫിലിം മേക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാൻ വെസ്റ്റ് ഫോർഡിൽ പഠിച്ചിട്ട് വെസ്റ്റ് ഫോർഡ് എന്ന് പറയുന്ന കൊച്ചിയിൽ. അപ്പോൾ ഞാൻ ജിസ് സാറിൻ്റെ അടുത്ത് അന്ന് വൈകിട്ട് വിളിച്ച് ചോദിച്ചു ഇങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പുള്ളി അടിപൊളി. എന്താ പഠിച്ചോണ്ടിരുന്നത് ശരിക്കും? ഫിലിം മേക്കിംഗ് ഡയറക്ഷൻ ആണോ? ഞാൻ ഫിലിം മേക്കിംഗ് ഡയറക്ഷനും മൊത്തത്തിൽ ഉണ്ടായിരുന്നു. ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതായിട്ട് എടുത്തിട്ട് അതിൽ ഡയറക്ഷൻ ഉണ്ടായിരുന്നു, സിനിമാറ്റോഗ്രാഫി ഉണ്ടായിരുന്നു, എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. എല്ലാം കൂടി നമുക്കൊരു വിഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നതായിരുന്നു അവരുടെ ഒരു പരിപാടി. ജോഫിന്റെ ലൈഫിൽ തിയേറ്റർ ഒരു മേജർ ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ജോഫിന്റെ ജേർണിയിൽ നോക്കുമ്പോൾ ഇപ്പം അസിസ്റ്റന്റ് ആവാൻ ജിസ്റ്റോനെ കണ്ടത് തിയേറ്ററിൽ നിന്നാണ്. രേഖാചിത്രത്തിന്റെ കഥയുടെ ത്രെഡ് ഉണ്ടാവുന്ന തിയേറ്ററിൽ നിന്നാണ്. അതുപോലെ തന്നെ അഖിൽപോളും ജോഫിനും മീറ്റ് ചെയ്യുന്ന തിയേറ്ററിൽ നിന്നാണ്. ഫുൾ തിയേറ്റർ കണക്ഷൻസ് ആണ്. അതായത് ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിലും കൂടുതലും തിയേറ്ററിലാണ്. ശരിക്കും അതായത് അത് എല്ലാ സിനിമകളും ഇപ്പൊ ഇന്നലെ ഇറങ്ങിയപ്പോൾ എൻ്റെ സിനിമ അപ്പുറത്ത് ഇതാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇന്നലെ പ്രാവൻകൂട് ഷാപ്പ് ഇറങ്ങിയ സമയത്ത് എനിക്കത് കാണണം. അത് കണ്ടില്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് അതെൻ്റെ ഒരു വർഷങ്ങളായിട്ടുള്ള 2006 മുതൽ ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊട്ടുള്ള എൻ്റെ ശീലമാണ്. എല്ലാ സിനിമയും തിയേറ്ററിൽ നിന്ന് കാണുക എന്ന് പറയുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് അഭിപ്രായം അറിയുന്നതിന് മുമ്പ് കാണണം. മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായമൊക്കെ കാണുന്നതിന് മുമ്പ് എനിക്കൊരു സ്വയം ഒരു അഭിപ്രായം കിട്ടണമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതിപ്പോൾ എല്ലാ സിനിമയും ഞാൻ തിയേറ്ററിൽ നിന്ന് കാണും. അപ്പോൾ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഒരു സമയം തിയേറ്ററിലായിരിക്കും. അത് എല്ലാ ദിവസവും, പ്രത്യേകിച്ച് കൊച്ചിയിലുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഞാൻ മിക്കവാറും തിയേറ്ററിൽ പോകും. അപ്പോൾ ലൈഫിലെ പല ടേണിംഗ് പോയിന്റ്സും തിയേറ്ററിൽ വെച്ചാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്. അത് തിയേറ്ററിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. തിയേറ്റർ എന്ന് കേൾക്കുമ്പോൾ ജോഫിൻ എന്താ മനസ്സിൽ വരുന്നത്? തിയേറ്റർ എത്രത്തോളം ക്ലോസ് ആണ്? അത് ഞാൻ ഈ പറയുന്ന കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ കോയമ്പത്തൂരെ കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാലക്കാട് ഈ കട്ടടിക്കുന്ന ദിവസങ്ങളിൽ പാലക്കാട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ 2 സിനിമ കണ്ടാലേ ഈ സമയം ബാലൻസ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒട്ടുമിക്ക ദിവസങ്ങളിൽ 2 സിനിമ കണ്ടിട്ടാണ് ഈ ഇതാക്കുന്നത്. ഈ തിയേറ്റർ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് കൂടുതലും ഈ പറഞ്ഞ പാലക്കാടൻ ഓർമ്മകളാണ്. പാലക്കാട്
പ്രിയ പ്രിയദർശിനി, അരോമ മനോരമ, സത്യ മുതലായിട്ടുള്ള നാട്ടിലെ തിയേറ്ററാണ് എന്നെ സംബന്ധിച്ച് തിയേറ്റർ ഓർമ്മകളിൽ ഏറ്റവും. അവിടെ നിന്ന് കിട്ടിയൊരു എന്താ പറയുക, ഈ ഒരു തിയേറ്റർ ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, അത് എനിക്ക് പാലക്കാട് തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്താണ് കൂടുതലും. അതൊരു മേക്കറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും. ഓക്കെ, ഈ പ്രീസ്റ്റിന്റെ ഡയറക്ടറാണ് ചോദ്യം. ജോഫിന്റെ മലയാള സിനിമയിലെ പ്രീസ്റ്റ് ആരെന്ന് വെച്ചാൽ എന്താ പറയുക? അതായത് എന്തിനും ഉപദേശത്തിന് നമുക്ക് ചെല്ലാൻ പറ്റുന്ന, ചോദിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആൻഡ്രോ ചേട്ടൻ. അതായത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഞാൻ വിളിക്കുകയും എന്നെ വിളിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു സിനിമ ആലോചിക്കുന്ന സമയത്ത് പുള്ളിയോട് സംസാരിച്ചിട്ട് ഞാൻ അതിനെ പറ്റിയിട്ട് തീരുമാനിക്കുള്ളൂ. ഇപ്പോൾ ഈ സിനിമയാണെങ്കിൽ ശരി, അടുത്ത സിനിമയാണെങ്കിൽ ശരി. അതിപ്പോൾ എനിക്കിപ്പോൾ 2 സിനിമയും എനിക്കങ്ങനെ വലിയ പരാജയത്തെപ്പറ്റി എനിക്ക് അറിഞ്ഞിട്ടില്ല. അപ്പം അടുത്ത സിനിമകൾ എന്ത് സംഭവിക്കുകയാണെങ്കിലും ശരി, ഞാൻ ആൻഡ്രോ ചേട്ടനെ വിളിച്ചിട്ടായിരിക്കും ഞാൻ സംഭവം അടുത്ത് ചെയ്യുക. എത്ര വലിയ മമ്മൂക്ക ഫാനാണ് ജോഫിൻ? അതെ, ഞാൻ വലിയ മമ്മൂക്ക ഫാനാണ്. അപ്പൊ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ കാതോട് കാതരത്തിലേക്ക് എത്താനും മമ്മൂക്കയെ കൊണ്ടുവരാനൊക്കെ? ഉറപ്പായിട്ടുണ്ട്. ജോഫിനിലെ മമ്മൂക്ക ഫാനെ ഡിഫൈൻ ചെയ്യും. അതായത് ഈ സിനിമയിലെ ഒരു സംഭവം എൻ്റെ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതായത് ഇപ്പം ഞാൻ എല്ലാം പറയുന്ന സമയത്ത് ഇങ്ങനെ എൻ്റെ വീട്ടിൽ കാസറ്റ് VCR വാങ്ങിയ സമയത്ത് കിട്ടിയ 2 കാസറ്റാണ്. ഒന്ന് സൈന്യവും ഒരു ഹിന്ദി പടവും. അപ്പോൾ അന്ന് എൻ്റെ വീട്ടിലൊന്നും മറ്റേ കേബിളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദൂരദർശനും ഇതും മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 4-ലും 5-ലൊക്കെ പഠിക്കുന്ന സമയത്ത് തോന്നുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ, ഈ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഈ സൈന്യം ഇട്ട് കാണുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് റിപ്പീറ്റ് കാണും. വേറെ കാസറ്റുകളില്ല. എപ്പോഴെങ്കിലും എടുക്കും, അത് തിരിച്ചു കൊടുക്കും. പക്ഷേ ഈ 2 കാസറ്റ് മാത്രം സ്ഥിരമുള്ളതാണ്. അങ്ങനെ ഒരു സീൻ പടത്തിലുണ്ട്. ഫോട്ടോ ഒക്കെ ഒട്ടിച്ചാ? ഫോട്ടോ ഒന്നും ഒട്ടിച്ചിട്ടില്ല. അത്തരം സാധനങ്ങൾ എൻ്റെ വീട്ടിലും ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞ കുറച്ച് പഠിപ്പിച്ച് ഇവിടെയൊക്കെ ഫോട്ടോ ഒട്ടിക്കാനോ അങ്ങനെ സാധനങ്ങളൊന്നും സമ്മതിക്കില്ല. ഈ പറയുന്ന സിനിമകൾ കാണുക എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രായം. ഇപ്പം എൻ്റെ വീട്ടിൽ അച്ഛനമ്മയൊന്നും സിനിമയ്ക്കൊന്നും പോകില്ല. അപ്പോൾ എനിക്ക് വന്നു ഒരു വലിയ ഗ്യാപ്പിന് ശേഷം അവരൊരു 70-ലൊക്കെ പടം കണ്ടതിന് ശേഷം പ്രീസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ തിയേറ്ററിൽ നിന്നുണ്ടാവുക. ചേച്ചിമാരൊക്കെ കാണും, അച്ഛനമ്മയൊക്കെ അങ്ങനെ സിനിമ കാണുന്ന ആൾക്കാരല്ല. അപ്പം എനിക്ക് ഞാൻ വീട്ടിലങ്ങനെ ഒട്ടിക്കാനും പരിപാടിയൊന്നും പറ്റില്ല. പക്ഷേ ഈ പറയുന്ന അപ്പോൾ ഞാൻ ഈ സിനിമയിൽ എൻ്റെ ലൈഫിൽ നിന്നൊരു സാധനം ഈ സിനിമയിൽ രേഖയിൽ എടുത്തിട്ടുണ്ട്, പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മമ്മൂക്ക ഒരു ദിവസം ഓൺലൈനിൽ കാണുന്ന കഥ ഞാൻ കേട്ടിട്ടുണ്ട്, വാട്സാപ്പിൽ. അങ്ങനെയാണ് മെസ്സേജ് അയക്കുന്നതും. അന്ന് കഥ കയ്യിലുണ്ടായിരുന്നില്ല, പക്ഷെ ഫ്രണ്ടിന്റെ അടുത്ത് കഥയുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പ്രീസ്റ്റിലേക്കുള്ള ജേർണി ജോഫിന്റെ. പ്രീസ്റ്റിലേക്കില്ല, അത് ആക്ച്വലി അഖിൽ പോൾ എന്ന് പറയുന്ന നമ്മുടെ ഐഡന്റിറ്റി സംവിധായകൻ, അവൻ 7th ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ഇപ്പം നേരത്തെ സുഹൃത്തുക്കളാണ്. അപ്പോൾ മമ്മൂക്കനെ ഞാൻ ഓൾറെഡി ഒരു വട്ടം മീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ എൻ്റെ നമ്പറൊന്നുമില്ല, പക്ഷേ എൻ്റെ കയ്യിൽ മമ്മൂക്കയുടെ നമ്പറുണ്ട്. അപ്പോഴാണ് ഒരു ക്രിസ്മസ്, എനിക്ക് 2013 ക്രിസ്മസ് നൈറ്റാണ്. എനിക്ക് 2 മണിക്ക് പുലർച്ചെ കുർബാന നടക്കുന്ന സമയത്ത് ബോറടിച്ച് പുറത്ത് വന്നിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ രാത്രി 3 മണിക്ക് കണ്ട് വാട്സപ്പ് നോക്കിയപ്പോൾ അതിൽ മമ്മൂക്ക ഓൺലൈൻ ഉണ്ട്. അപ്പോഴാണ് ഞാൻ മമ്മൂക്കയുടെ ഹായ് നയിച്ചപ്പോൾ, അന്നൊക്കെ വാട്സപ്പ് വന്ന് ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ ഹായ് നയിച്ച സമയത്ത് ഞാൻ മമ്മൂക്ക തിരിച്ചയച്ചു. ഓൺലൈനിൽ കാണുന്നൊന്നും ആരും ഓഫാക്കി വെച്ചിട്ടുണ്ട്? അന്ന് ഓഫാക്കാൻ പറ്റില്ല, ജസ്റ്റ് ഓൺലൈൻ കാണും. അപ്പോൾ ഞാനിങ്ങനെ അയച്ചു കഴിഞ്ഞ സമയത്ത് ഹായ് അയച്ചു, തിരിച്ചയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കഥയുണ്ട്, കേൾക്കാൻ പറ്റുമോ നമുക്കെന്ന് അയച്ചു. അപ്പോൾ കോൾ ജോർജ് എന്ന് പറഞ്ഞിട്ട് ജോർജേട്ടൻ നമ്പർ അയച്ചു. അങ്ങനെ ജോർജേട്ടനെ വിളിച്ചിട്ട് ഞങ്ങൾ പോയിട്ട് കഥ പറഞ്ഞു. ഞാനും അഖിൽപ്പോഴും കൂടി പോയിട്ട് കഥ പറഞ്ഞത്. അന്ന് അവൻ 7th ചെയ്തിട്ടില്ല, 7th തുടങ്ങുന്നതിന് മുമ്പാണ്. 7th ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട് ഓൾറെഡി ഈ സമയത്ത്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് കഥ പറഞ്ഞ ആ സിനിമയായിരുന്നു ഞങ്ങളന്ന് അനൗൺസ് ഉണ്ടായിരുന്നു, മെഗാസ്റ്റാർ 393 എന്ന് പറഞ്ഞിട്ട്. അഖിലും അനസ്കാൻ കൂടി തന്നെയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനതിൽ അസിസ്റ്റൻ്റായിട്ട് എന്താണ് എൻ്റെ പൊസിഷൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അവരങ്ങനെ പ്രൊജക്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്ത് 2013 14 ഒരു 40-50 കോടി രൂപ വേണ്ടി വരുന്നൊരു വലിയ ഒരു മണി ഹേസ്റ്റ് ഒക്കെ പോലത്തെ ഒരു സിനിമയായിരുന്നു. അപ്പോൾ അത് പക്ഷെ അന്ന് അനൗൺസ് ചെയ്തു, പക്ഷെ നടന്നില്ല. അപ്പം അതിനുശേഷം ആണ് ഈ പറയുന്ന പ്രീസ്റ്റിലേക്ക് വരുന്നത്. പിന്നെ മമ്മൂക്കയുടെ അടുത്ത് കഥ പറയും, അവൻ ഫോറൻസിക് ചെയ്യുന്നത്. അത് പൊടിയെടുക്കാൻ സ്കോപ്പ് ഉണ്ടോ? അതിൻ്റെ ആ സബ്ജക്റ്റിൽ എനിക്ക് തോന്നുന്നു അന്ന് അത് ഭയങ്കര ഫ്രഷ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എത്രത്തോളം ആണെന്ന് എനിക്ക് അറിയില്ല. അത് അഖിൽ തീരുമാനിക്കേണ്ട വേറൊരാളുടെ ഇതാണ്. ഓക്കെ, ആസിഫ് അലി പറ്റി പറയാറുണ്ട് എപ്പോഴും. ആസിഫ് അലി അന്ന് ഇന്ന് ഒരേപോലെയാണ്. ബൈസിക്കിൾ തീവ്സിൽ അന്ന് അസിസ്റ്റന്റ് ആയിരുന്നപ്പോൾ കണ്ടിരുന്ന അതേ ആസിഫ് അലിയാണ് ഇപ്പോഴും. ആസിഫ് അലി സെറ്റിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ചതിന് ശേഷമാണ് ക്യാരവാനിലേക്കൊക്കെ പോവാം. അതെ. അപ്പം ആസിഫ് അലിയുടെ ആക്ടിങ്ങിൽ എങ്ങനെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്? ഒരു കെട്ടിയോളാൻ്റെ മാലാക തൊട്ടിട്ട് ആസിഫ് അലി എന്ന് പറയുന്നത് ഭയങ്കര രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു നടനാണ് എന്നുള്ളത് ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എനിക്ക് പക്ഷേ നമുക്ക് അടുത്ത് നിൽക്കുന്ന ആളായ കൊണ്ടായിരിക്കും എനിക്ക് പണ്ടോട്ട് പുള്ളിയുടെ പെർഫോമൻസ് വർക്കാണ്. അത് എനിക്ക് പെട്ടെന്ന് പുള്ളിയുടെ കെട്ടിയോളാൻ്റെ മാല കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയില്ല. കാരണം നമുക്ക് അറിയുന്ന കാര്യം ഒന്ന് കണ്ടു എന്നതിനപ്പുറത്തേക്ക്
എനിക്കിപ്പോൾ നമുക്ക് ഭയങ്കര അടുത്തറിയുന്ന ഒരാൾ നന്നായി ചെയ്യുന്നു എന്നുള്ള ഫീലാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ അയാൾ ഓരോ സിനിമ കഴിയുന്നതോടെ അങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ എനിക്കതിൽ ഭയങ്കര ഈ കിഷ്കിന്ത കാണ്ടത്തിൻ്റെ ലൊക്കേഷനിൽ ഞാൻ പോയ സമയത്ത് ആസിക്ക് കഴിഞ്ഞ ദിവസം അത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത്ര ഇങ്ങനെ പറയേണ്ടത്. അന്ന് പുള്ളി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. പുള്ളി എനിക്ക് തോന്നുന്നു എന്താ ഷൂട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. വീട്ടിലെന്തോ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഒറ്റപ്പാലത്തെ വീട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒറ്റപ്പാലം മറ്റേ ചെറുപ്പശ്ശേരിയിലെ ആ വീട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി അന്ന് ഞാൻ സംസാരിക്കുമ്പോൾ അത്രയും കാലം കണ്ട ആസിഫ് അല്ല അന്ന് ഞാൻ കാണുന്നത്. പുള്ളി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്താണ് സംഭവം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഇങ്ങനത്തെ ഒരു സാധനമാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പേഴ്സണലായിട്ടാണത് എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പാടുമോ? പുള്ളി ഭയങ്കര പേഴ്സണലായിട്ട് എടുത്തിട്ടാണ് അത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കണ്ട സമയത്ത് അങ്ങനെ ചെയ്യാൻ പാടുമോ എന്ന് ചോദിച്ച സമയത്തോടെ അത് എനിക്ക് ഈ സിനിമയ്ക്ക് അത് ആവശ്യമാണ്. അതെനിക്ക് ഭയങ്കര പുള്ളി അന്ന് സിനിമയ്ക്ക് പുറത്ത് സിനിമ ഷൂട്ട് ചെയ്യാത്ത സമയത്ത് എൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിരിക്കുന്ന സമയത്തും പുള്ളി ആ ഒരു ഫീലിലായിരുന്നു ഇരുന്നുണ്ടായിരുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു ഞാൻ അതുവരെ കാണാത്ത രീതിയിലുള്ളൊരു പരിപാടിയായിരുന്നു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ആസിഫ് അലിയുടെ എന്താണ് ത്രെഡ് പറയുന്നത്, എന്നാ നീ വർക്ക് ചെയ്തോന്ന് ആസിഫ് അലി പറയുന്നത്? അത് 2018 ഈ പറഞ്ഞ ജോയി ആയിട്ടുള്ള എനിക്ക് അടുപ്പുണ്ട്. ഞാൻ ജിസാർ എടുത്ത് 2018 തന്നെ ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിസാർക്ക് അത് ഇഷ്ടപ്പെടുകയും ആസിക്കയോട് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഈ പറയുന്ന സിനിമയ്ക്ക് അന്ന് ഞങ്ങളുടെ അന്ന് എക്സാക്ട് എവിടം വരെ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രപ്പൻ വന്ന് കഥ പറയുന്നുണ്ടല്ലോ, ചന്ദ്രപ്പൻ്റെ ആ എപ്പിസോഡ് വരെയാണ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുവരെയാണ് പറയുന്നത്. അപ്പോൾ സാധനം രസമുണ്ട്, ബാക്കി വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളന്ന് ഇതാവുന്നത്. പിന്നെ എനിക്കൊന്ന് 22 ഞാൻ പിന്നെ ആസിക്കയോട് പറയുന്നത്. തിയേറ്ററിലിരുന്ന് ഫ്രണ്ട് പറഞ്ഞ ത്രെഡ് എന്താണ്? റൈറ്റർ അരവിന്ദൻ്റെ അതുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന എന്തോ ഡാൻസ് എന്തോ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ അതിലൊരു പെൺകുട്ടി ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് മിസ്സായി പോകുന്നു, അങ്ങനത്തെ എന്തോ ഒരു ഐഡിയ ആണ്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം പുറത്തിറങ്ങിയ ശേഷം പറയുന്നത് അത് ഒരാളിങ്ങനെ ഒരു ഫസ്റ്റ് സൂയിസൈഡ് ചെയ്യുന്ന സമയത്ത് അയാളൊരു കൺഫെഷൻ പോലെ പറഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്യുന്നു. അത് ആരാണെന്ന് അറിയുന്നില്ല. അന്വേഷിച്ചു പോകുന്ന സമയത്ത് ആ കുട്ടി ഒരു സിനിമയുടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ജൂനിയർ ആർട്ടിസ്റ്റാണ്. ആ സിനിമയുടെ ലൊക്കേഷനിൽ നമ്മൾ ആദ്യമായിട്ട് അഭിനയിച്ച ദിവസമാണ്, അഭിനയിച്ചുകൊണ്ടിരുന്ന ദിവസമാണ് അത് കുട്ടി അവിടെ നിന്ന് കൊല്ലപ്പെടുന്നത്, മിസ്സിംഗ് ആവുന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ് എൻ്റെ അത് പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. ഇതിൽ മനോജ് കെ ജയൻ താമസിക്കുന്ന വീട് നമ്മൾ ഇതുവരെ മലയാള സിനിമയിൽ കാണാത്തൊരു ടൈപ്പ് വീടാണ്, ലൊക്കേഷനാണ്. ഒരു ഗോൾഡൻ കളറുള്ള. കുറെ തപ്പി ഞാൻ കേട്ടോ, അവസാനം എവിടെ നിന്ന് കിട്ടിയ പറയുന്ന ആൻഡ്രോ ചേട്ടൻ കണ്ടുപിടിച്ചോണ്ട് വന്നതാണ്. ഈ പറയുന്ന അതിന് കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഈ അങ്ങനത്തെ വീടുണ്ടോ നമ്മൾ ആലോചിക്കും. അതായത് നമുക്ക് അങ്ങനത്തെ ഒരു വീട് വേണമായിരുന്നു, പക്ഷെ അത്രയും വലിയ വീടുകൾ ഷൂട്ടിങ് തരില്ല. നമ്മൾ 100-150 ആൾക്കാർ പോയി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച വീടുകൾ ആരും തരില്ല. നമ്മളുടെ വീടാണെങ്കിൽ നമ്മളും കൊടുക്കില്ല. ചിലപ്പോൾ അല്ല, ഉറപ്പായിട്ടും സാധ്യതയുണ്ട്. കാരണം 100-150-200 പേര് കയറി ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ തപ്പി ലാസ്റ്റ് ആൻഡ്രോ ചേട്ടൻ ഷൂട്ടിൻ്റെ ലാസ്റ്റ് മിനിറ്റിൽ, ഈ വീട് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് തപ്പി കൊണ്ടുവരുന്ന വീടാണ് ഈ പറയുന്ന മാളയിലെ ഒരു വീട്. ഇനി കന്യാകുമാരിയിലെ നമ്മുടെ ഇവരുടെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ ഇതാണോ? ട്രാൻസിൽ ഫാസിൽ താമസിക്കുന്ന വീട് എനിക്ക് അതാണെന്ന് തോന്നി. ആ നീല പെയിന്റ് അടിച്ച ആ ശരിക്കും ഷൂട്ടിംഗ് വീടാണോ? എന്താ? അല്ല, എനിക്ക് തോന്നുന്നു ട്രാൻസ് ആണ് ഫസ്റ്റ് സിനിമ, നമ്മുടെ സെക്കൻഡ് സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിപ്പോൾ അവരതെന്തോ വേറെ ആർക്കും വിറ്റിട്ട് അത് ഈ പറയുന്ന പോലെ ഷൂട്ടിങ്ങിന് കുറച്ച് തരില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. അങ്ങനെ അപ്പോൾ എനിക്കിതിൽ നമ്മൾ കഥ എഴുതും ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുണ്ടായ സാധനം. നമ്മൾ കഥ എഴുതുമ്പോൾ കഥ ആലോചിക്കുന്ന ദിവസം തന്നെ ഈ ലാസ്റ്റ് കഥ എന്ന സമയത്ത് തന്നെ നമുക്ക് വേണ്ടത് അവളുടെ വീടിനോട് ചേർന്നൊരു കാസറ്റ് കടയും എന്ന് പറയുന്ന സാധനം ഭയങ്കര മസ്റ്റായിരുന്നു. പക്ഷെ നമ്മൾ പോയി ലൊക്കേഷൻ കണ്ട സമയത്ത് ഒരു വീടും കാസറ്റ് കടയാക്കാൻ പറ്റിയ ഒരു കടയും കൂടെ അതിനോട് ചേർന്നുണ്ട്. ശരിക്കുണ്ട്. ആ കാസറ്റ് കടയല്ല, വേറൊരു കടയുണ്ടായിരുന്നു കന്യാകുമാരിയിൽ. അതാണ് നമ്മൾ പിന്നെ കാസറ്റ് കടയാക്കിയിട്ട് മാറ്റുന്നത്. അപ്പോൾ ആ ലൊക്കേഷൻ ഭയങ്കര ഈസി ആയിട്ട് കിട്ടി. അതിൻ്റെ പെർമിഷൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതെന്തോ വീട് വിറ്റിട്ട് വേറെ എന്തൊക്കെയോ അതിന് പ്രൊഡക്ഷനാണ് ഹാൻഡിൽ ചെയ്തത്. അതിൽ മമ്മൂക്ക AI ആണോ അല്ല എന്നുള്ള ഡിസ്കഷൻ. മമ്മൂക്ക AI ആണെന്ന് പറയുന്നു. അപ്പോൾ അതെങ്ങനെ വർക്കൗട്ട് ചെയ്തത്? ശരിക്കും മമ്മൂക്കനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഇത് ചെയ്യുന്നതാണോ? വേറെ ഒരു AI നമ്മൾ ചെയ്യുന്ന അങ്ങനെയല്ല. AI നമ്മൾ വേറൊരാളെ വെച്ചിട്ട് ചെയ്തിട്ട് നമ്മൾ മമ്മൂക്കാക്കുന്നതാണ്. ഓക്കെ, അതിനൊക്കെ NOC വേണ്ടി വന്നാ? NOC അത് മമ്മൂക്കയുടെ പെർമിഷൻ ഇല്ലാതെ നമുക്കത് സെൻസർ കിട്ടില്ല. ഓക്കെ, AI ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക കണ്ടോ? പിന്നെ എന്ത് പറഞ്ഞു? മമ്മൂക്കെ കാണിച്ച് അതിൻ്റെ ഓരോ സ്റ്റേജിലും മമ്മൂക്കെ കാണിച്ചിട്ടാണ് ആ സംഭവം ഓക്കെ ആക്കിയത്. കാരണം അല്ലെങ്കിൽ അത് സമ്മതിക്കാൻ പറ്റില്ലല്ലോ.
ആരുടെ നിന്നൊക്കെ NOC എടുക്കേണ്ടി വന്നു? ഒരു ചെറിയൊരു ലിസ്റ്റ് പറയുകയാണെങ്കിൽ. മമ്മൂക്ക, ജോൺ പോൾ സാർ മരിക്കുന്നതിന് മുമ്പ് ജോൺ പോൾ സാർ എടുത്തിട്ടുണ്ട്. പിന്നെ കമൽ സാറ്, ഭരൻ സാറിൻ്റെ ഫാമിലി, പിന്നെ 7 ആർട്സ്, ഈ 7 ആർട്സിൻ്റെ ബാക്കി പ്രൊഡക്ഷനായിട്ട് ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട. ഇപ്പൊ ജോൺ പോൾ സാറിന് ആക്ച്വലി ക്യാരക്ടറായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ പിന്നെയാണ് ചരിത്രമെന്നിലൂടെ ഉപയോഗിക്കുന്നത്. ആ തോട്ട് എപ്പോഴാണ് കയറി വരുന്നത്? ഇതിനുവേണ്ടി കുറെ സാറ് മരിച്ചുപോയ സമയത്ത് ഇനി എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിൽ നിന്നാണ് കുറച്ച് സമയം എടുത്തു, ഒരു 1-2 മാസം എടുത്തെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നിട്ടാണ് അത് സെറ്റ് ആവുന്നത്. ഈ ജോൺ പോൾ സാറിന്റെ സൗണ്ട് AI ആണോ? അതിലേക്ക് ഇത് കയറ്റാണ് നമ്മള് അല്ലേ? ഓ, ഇങ്ങനെ ഒരു സംഭവം അതിൽ പറയുന്നില്ല. ഓക്കെ. അപ്പം ഇതൊക്കെ ജോൺ പോൾ സാറ്, അതുപോലെ ജഗദീഷ് ചേട്ടൻ കത്ത് എഴുതുന്നത്, ഇതൊക്കെ ഇങ്ങനെ വരാൻ സമയമെടുത്തു അല്ലേ? സമയമെടുത്തു. അതിന് ഒരു സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ഭയങ്കര ഒരുപാട് സമയമെടുത്തത്. ഞാനും രാമും കൂടിയിട്ടും ജോണായിട്ടൊക്കെ ഇരുന്നിട്ട് ഒരുപാട് മിനിമം ഒരു വർഷത്തിന് മേലെ എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 വർഷം എടുത്ത് നന്നായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അല്ലെങ്കിൽ മമ്മൂക്കനെ AI ചെയ്യാൻ പറ്റില്ല. ഉറപ്പായിട്ടും അതാണ് ഇതിലുള്ളൊരു ഏറ്റവും പോസിറ്റീവായിട്ട് കാര്യം. ഈ AI എന്ന് പറയുന്നത് ഈ 4 വർഷത്തെ ഗ്യാപ്പ് കൊണ്ടുണ്ടായ ടെക്നോളജിയാണ്. അപ്പോൾ പണ്ട് എന്താ വിചാരിച്ചിരുന്നത്? എങ്ങനെ പണ്ട് മമ്മൂക്കയുടെ പ്രസൻസ് ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളായിരുന്നു. ബാക്ക് ഷോട്ട് അങ്ങനെ അതൊരു നമ്മളത് വേറെ 1-2 പരിപാടീസ് ഉണ്ടായിരുന്നു. അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് ഈ പറഞ്ഞ AI പോലെ തന്നെ അത് ചെയ്യാന്നുള്ളൊരു തീരുമാനം എടുത്തു. അത് എങ്ങനെ ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട് പിന്നീട് ഓരോ സ്റ്റേജിലും ആലോചിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പരിപാടി. ആസ് എ ഡയറക്ടർ എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കിയത് രേഖാചിത്രം? അത് എനിക്കങ്ങനെ ഭയങ്കര അറിയില്ല. ഇപ്പോൾ എനിക്ക് കുറഞ്ഞ കോളുകൾ വരുന്ന സമയത്താണ് മനസ്സിലാവുന്നത്. ഈ പറയുന്ന ഏറ്റവും എനിക്ക് പ്രീസ്റ്റ് കഴിഞ്ഞ സമയത്ത് വളരെ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം പ്രൊഡ്യൂസർമാർ എന്നെ വിളിച്ചിട്ടില്ല. ഇപ്പോൾ വേണു സാർ ഇൻ്റർവ്യൂവിൽ ഭയങ്കര പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊരു സംവിധായകനാണ് എന്ന് പറഞ്ഞുകൊണ്ടാവണം ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് എന്നെ എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട്. അതെന്നെ സംബന്ധിച്ച് ഭയങ്കര പുതിയ അനുഭവമാണ്. എന്താ പറയുന്നില്ല, അടുത്ത പടം ചെയ്യണം എന്നുള്ള സംഭവം. സൂപ്പർ. അപ്പോൾ രണ്ടാമത്തെ പടത്തിലാണ് പ്രൊഡ്യൂസേഴ്സിന്റെ കോൾ വന്നത്. ഓക്കെ. ജോർജേട്ടനെ വിളിക്കുന്നതാണ് അന്ന് മമ്മൂക്ക പറഞ്ഞത് വാട്സാപ്പിൽ. അപ്പൊ മമ്മൂക്കയിലേക്ക് എത്താനുള്ള വഴി ജോർജേട്ടനെ വിളിക്കലാണ്? അത് ഓൾറെഡി ഇൻഡസ്ട്രിയിൽ അറിയുന്ന സംഭവമാണോ? എന്താണ് അപ്കമിങ് കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്? അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ പല വഴികളുണ്ടെന്ന് തോന്നുന്നു. അന്ന് എൻ്റെ അടുത്ത് ജോർജേട്ടനെ വിളിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രീസ്റ്റ് പോയ സമയത്ത് ഞാൻ ആൻഡ്രോചേട്ടൻ വഴിയാണ് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ്രോചേട്ടൻ ഉണ്ണി സാർ വഴിയാണ്. മമ്മൂക്ക എനിക്ക് തോന്നുന്നു ഭയങ്കര ഈസി ആയിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ആസിക്ക് എടുത്ത സംഭവം പറഞ്ഞായിരുന്നു, ഇത്ര ഈസി ആയിട്ട് ഒരാളുടെ കഥ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ ആസിക്കയ്ക്ക് പറ്റുമോ? ആസിക്കയ്ക്ക് ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്ത് കഥ കേൾക്കുക എന്ന് പറയുന്ന സംഭവം. ഒരു സിനിമയിൽ ഒരു ബന്ധമില്ലാത്ത ഒരു പയ്യൻ കഥ അയക്കുന്ന സമയത്ത് ജോർജോട് പറയുന്നത് കൊണ്ട് കഥ കേൾക്കാൻ എന്നെ അഖിലിനെയും വിളിച്ച് കഥ കേൾക്കണം. നേരെ ഗ്യാങ്സ്റ്റർ ലൊക്കേഷനായിരുന്നു. ഗ്യാങ്സ്റ്റർ ലൊക്കേഷനിൽ മമ്മൂക്കയുടെ ക്യാരവനിൽ നമ്മളത് കഥ പറയുക. ഈ പയ്യന്മാർ ആരാന്ന് പോലും പുള്ളിക്കറിയില്ല. സിനിമ ചെയ്തിട്ടുണ്ട്, കഥ എഴുതാൻ അറിയുമെന്ന് പോലും അറിയാത്ത അപ്പോൾ അത്രത്തോളം ഓപ്പണായിട്ടൊരു മനുഷ്യൻ, അതും മലയാളത്തിലെ ഏറ്റവും വലിയ സ്റ്റാറുകളിൽ ഒരാൾ എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, വണ്ടറാണ്. ഒരു അങ്ങനത്തെ ഒരു മനുഷ്യനാണ് പുള്ളി. എന്താ ആസിഫലി പറഞ്ഞ ചിരിച്ചു. ശരിക്കും ഇങ്ങനെ ഒരുപാട് പേരുന്ന കഥ കേൾക്കുന്നുണ്ടാവില്ലേ? പിന്നെ ഒരുപാട് യങ്സ്റ്റേഴ്സിന് ഇങ്ങനെ ഒരുപാട് കേൾക്കുന്നുണ്ടോ? അപ്കമിങ് ചാൻസസ് നടക്കുന്നുണ്ടാവും. ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം എനിക്കൊരു പരിചയമില്ലാത്ത ഒരാൾക്ക് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ എന്തോരം പരിചയമുള്ള ആൾക്കാർ കഥ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും എക്സൈറ്റിംഗ് സ്റ്റേജസ് ഏതൊക്കെയാണ് ഈ 4 വർഷത്തിൽ എന്ന് ചോദിച്ചാൽ ജോഫിൻ എന്ത് പറയും? രേഖാചിത്രത്തില് സിനിമയുടെ കഴിഞ്ഞ 4 വർഷത്തെ ജേർണിയിൽ ആദ്യം മമ്മൂക്കയോട് കഥ പറഞ്ഞ സമയത്ത് മമ്മൂക്ക സമ്മതിച്ചത്. അതിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മമ്മൂക്കയുടെ ലൈഫിലത്തെ ഒരു സംഭവം വെച്ചിട്ട് മമ്മൂട്ടി വെച്ചിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. അത് പറയുന്നതിൽ ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് സമ്മതിച്ചില്ല. പിന്നെ ഓരോരുത്തർക്ക് പോകുമ്പോഴും ടെൻഷനോടെ പോകുന്നത്. മമ്മൂക്ക സമ്മതിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് സീരിയസ് ആവുന്നത്. അതുവരെ ഇതിനൊരു ഒരു സീരിയസ്നെസ് കുറവുണ്ടായിരുന്നു. അത് മമ്മൂക്ക സമ്മതിച്ചോട് ഭയങ്കര സീരിയസ് ആയി. പിന്നെ ഓരോ മീറ്റിങ്ങുകളും ഒരാൾ നമ്മുടെ അടുത്ത് നോ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ പിന്നെ NOC എടുക്കാൻ പറഞ്ഞ ഒരാൾ ജഗദീഷ് ചേട്ടൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആളായിരുന്നു. അപ്പോൾ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ പറയാൻ പോകുന്ന സമയത്തും ഈ പറയുന്ന ടെൻഷനും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് പറയുന്നത്, ഇതിൽ പടത്തിൽ അഭിനയിച്ചിട്ട് പടത്തിൽ നിന്ന് കട്ടായി പോയ ഒരു ചേച്ചിയുടെ സ്റ്റോറി ഉണ്ടായിരുന്നു. പക്ഷേ ചേച്ചി അതിലും ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ. കാരണം വൈറലായി ആ രംഗം നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് കട്ടായി പോകുന്നത്? എങ്ങനെയാണ് ശരിക്കും? അല്ല, സ്വാഭാവികമായിട്ട് സിനിമ കണ്ടവർക്ക് അറിയാം, ഇൻവെസ്റ്റിഗേഷൻ എപ്പിസോഡിൽ വരുന്ന 1-2 എപ്പിസോഡ്സിൽ നമുക്ക് ലാഗ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഷമീർക്ക് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചിന്തിച്ചില്ല. അപ്പോൾ ആദ്യത്തെ കട്ടിന് ചെയ്ത സമയത്ത് അതുണ്ടായിരുന്നു. അതിനുശേഷം ഫൈനൽ കട്ട് വന്നപ്പോഴാണ് ഈ പറയുന്ന സീൻ കട്ടായി പോയത്. അപ്പോൾ ഡബും കൂടി ചെയ്ത സമയത്ത് ചേച്ചി അത് കൺഫേം ആയിട്ട് ആ സിനിമ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അങ്ങനെ അവർ
സിനിമ കാണാൻ വേണ്ടിയിട്ട് 10-12 എത്രയോ ആൾക്കാരെയും കൊണ്ട് തിയേറ്ററിൽ വന്നു. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ സിനിമ കണ്ടോണ്ടിരിക്കുക. കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് ചേച്ചി കൈ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കരഞ്ഞു. ഈ ചേച്ചി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ചേച്ചി ഇതിനാണ് കരയുന്നത്. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാന്നുള്ള സ്റ്റക്കിൽ ഞാൻ ചേച്ചി കരയണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ മെല്ലെ ഇറങ്ങി. ഞാൻ ഇറങ്ങി തിരിച്ച് ആസിക്ക് അതേ വഴി വന്നപ്പോൾ വീണ്ടും ആസിക്കയുടെ അടുത്തും ഇതേപോലെ. അപ്പോൾ ആസിക്ക് വിചാരിച്ചത് സിനിമ കണ്ടിട്ട് ഇമോഷണലായിട്ട് കരയാന്നുണ്ട് സാറിൽ ചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇതാണ് എന്നറിഞ്ഞപ്പോൾ ആസിക്കും ഭയങ്കര ഇതായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്റർവ്യൂ അവിടുത്തെ പുറത്തേതൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് കാറിൽ കയറിയത് ആസിക്ക് എന്നെ വിളിച്ചു. എടാ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു എൻ്റെ അടുത്ത് എന്താ ഇപ്പം എന്താ ചെയ്യുക, ആ ചേച്ചിയാണെങ്കിൽ കുറേ പേരെയും കൊണ്ട് വന്നത് ആകെ വല്ലാത്ത അവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞ സമയത്താണ് ഞങ്ങൾ നേരെ ക്രൗൺ പ്ലസേക്ക് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പ്രസ് മീറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്ന പിന്നെ പ്രസ് മീറ്റിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ കാണുന്ന വീഡിയോ. അല്ല, അത് കഴിഞ്ഞ് പ്രസ് മീറ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ചേച്ചി ഇവിടെ എത്തി. അപ്പോൾ ചേച്ചി നേരെ ഇതുകൊണ്ട് നേരെ വീട്ടിൽ പോയി. വീട്ടിൽ പോയി അവരടുത്ത് പ്രസ് മീറ്റിന് വരാൻ പറഞ്ഞു. പക്ഷെ പ്രസ് മീറ്റിൽ അവർ എത്തിയില്ല. അപ്പോഴേക്കും ഞങ്ങൾ മമ്മൂക്കയുടെ വീട്ടിലേക്ക് പോകണം എന്നുള്ള സംഭവം വന്ന് ചേച്ചി ക്രൗൺ പ്ലസ് എത്തിയപ്പോഴേക്കും ഞങ്ങൾ മമ്മൂക്കയുടെ വീട്ടിലേക്ക് എത്തി. അത് കഴിഞ്ഞ് പിന്നെ മമ്മൂക്കയുടെ വീട്ടിൽ നേരെ ഇവരെ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് ആസിക്ക ക്രൗൺ പ്ലസേ വന്നു. അപ്പോൾ ചേച്ചി ഞങ്ങൾ പറഞ്ഞാണ് ഈ സീൻ ഡിലീറ്റഡ് സീൻ ഞങ്ങൾ ഇറക്കാം എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞു. ചേച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. അത് നന്നായി പെർഫോം ചെയ്യുകയും ചെയ്തു. കാരണം അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ഐഡിയയും സീനും ഒക്കെ ആയിരുന്നു. തൊട്ടടുത്ത് നിന്ന് ചേച്ചി ഇങ്ങനെ പെർഫോം ചെയ്യുന്ന ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയൊരു സംഭവം. പക്ഷേ സിനിമയ്ക്ക് അത് പെട്ടെന്ന് ആവശ്യമില്ല എന്ന് തോന്നുന്ന സമയത്ത് അത് എഡിറ്റേഴ്സ് കട്ട് ചെയ്യുക. അപ്പോൾ അത് സിനിമയുടെ ഭാഗമായിട്ട് നമുക്ക് എല്ലാം അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് പേര് ഈ ചെറിയ സെക്കൻഡ് ഇത്രയും എന്തിനാ കട്ട് ചെയ്തേ എന്നുള്ള സംഭവം ചോദിക്കും. പക്ഷേ നമ്മൾ സിനിമയായിട്ട് കാണുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്ന സാധനങ്ങൾ എഡിറ്റർ കട്ട് ചെയ്യും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അത് പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിയത്, പ്രത്യേകിച്ച് രേഖാചിത്രം പോലെ സിനിമ ഒരു നടിയാവാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ കഥ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റ് പറ്റിയെന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡബ് ചെയ്യാൻ വന്നു. അപ്പോൾ അവർക്ക് പ്രതീക്ഷയായി. പക്ഷെ അത് കട്ട് ചെയ്യുന്ന സമയത്ത് പറയണമായിരുന്നു അവർ. അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഏറ്റവും വിഷമമുണ്ടായത്. ബാക്കി സിനിമയിൽ സംഭവിക്കുന്നതാണ്. നമുക്കതൊരിക്കലും അഭിനയിച്ചവർക്ക് എല്ലാവർക്കും വരണം എന്നുള്ളത് നമുക്ക് സാധ്യമാവില്ല. മിക്കവാറും എല്ലാ സിനിമയിലും സംഭവിക്കുന്നതാണ്. പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റിയത് ഇതായിരുന്നു. പറയാൻ പറ്റില്ല, പറയണ്ടായിരുന്നു. നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു. ഡിലീറ്റഡ് സീൻ പക്ഷേ ഭയങ്കരമായിട്ട് വൈറലായി എന്ന് പറയുന്നത് അത് ആ ചേച്ചിയോട് എല്ലാവർക്കും അതൊരു അവസ്ഥയാണല്ലോ. നമ്മളൊരു കുറേ ആൾക്കാരെ വെച്ചിട്ട് സിനിമ കാണാൻ വന്ന് സിനിമയ്ക്കില്ല എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അതെല്ലാവർക്കും ഞങ്ങൾക്ക് തോന്നിയ പോലെ തന്നെ എല്ലാവർക്കും ഫീൽ ചെയ്തു. പക്ഷെ ആ ഡിലീറ്റഡ് സീന് ചേച്ചിക്ക് ഒരു സിനിമ പോലെ വർക്കാവട്ടെ. അതെ. അതിപ്പോൾ ആസിക്കൊക്കെ സംസാരിക്കുന്ന സമയത്തും എല്ലാവരും സംസാരിക്കുന്നത് ആ ചേച്ചിക്ക് എന്താ അവർ നല്ല പെർഫോം ചെയ്യുന്നൊരു ചേച്ചിയാണ്. ഭയങ്കര എനിക്ക് തോന്നുന്നത് ആ 3 ഷോട്ടും ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റി. ഒരു അരമണിക്കൂർ താഴെയുള്ള ഷൂട്ടായിരുന്നു അത്. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് ചേച്ചി അഭിനയിച്ചു. അപ്പോൾ അവർക്ക് നല്ല പെർഫോം ടൈമിങ്ങിലൊരു ആർട്ടിസ്റ്റാണ് അവർ നാടകത്തിലൊക്കെ അഭിനയിക്കുന്നത്. അപ്പോൾ അവർക്ക് ഉറപ്പായിട്ടും ഇനി സിനിമകൾ കിട്ടും. അവർക്ക് സിനിമയിൽ ചിലപ്പോൾ ഇങ്ങനെ വന്നാൽ പോലും ഇത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അതിലിപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. സൂപ്പർ. അപ്പം ഓൾ ദി ബെസ്റ്റ്. രേഖാചിത്രം 2025 ആദ്യത്തെ ഹിറ്റാണ്. ഇനി ഒരുപാട് ഹിറ്റുകൾ ജോഫിൻ്റെ ഉണ്ടാവട്ടെ. താങ്ക് യു ജോഫിൻ.